ഒറ്റ വണ്ടി ഇവിടുന്ന് അനങ്ങൂല. ഈ തൊഴിലാളികളുടെ പ്രശ്നം തീരാതെ ഇവിടുന്ന് ഒരു തരി മണ്ണ് പോവില്ല. വണ്ടി എങ്ങാനും മുന്നോട്ടെടുത്താൽ ഇവിടെ ഇട്ട് കത്തിക്കും. അങ്ങനെ ഒരു മരത്തിന് ഇവിടെ വന്ന ആളാകണ്ട. അടിച്ചു പൊളിക്കണം. വണ്ടി അനക്കരുത്. അനക്കാൽ അവിടെ ഇട്ട് കുത്തി കയറും. അവനിവിടെ ആളാകണ്ട. അടിയടാ അവനെ. ഇവിടെ തൊഴിലാളികളുടെ പ്രശ്നം പറയാം. നീ ആരാടാ? കൂലിക്കെല്ലാം നടക്കുന്ന യുവമാരാടാ തൊഴിലാളികള്. പണിയെടുക്കുന്ന ഞങ്ങളാടാ. ചുണയുണ്ടെ തരാം. തടയാൻ വന്നോണ്ടല്ലോ നിന്റെ കൂടെ വീല് കയറ്റി ഞാൻ ഇറക്കും. അറിയാലോ നിനക്കെന്നെ? വലിയ ആഫീസ് കളിക്കാൻ വന്നിരിക്കും. ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. നിന്നെ ഞാൻ കണ്ടോളാം. പുല്ലേ നീ എവിടെ പോന്നു? ഞാൻ പുറത്തുണ്ടാവും. ചിരിക്കണ്ട എന്ന് പറഞ്ഞ ആ മുതലാളിയെ തല്ലാൻ പോയപ്പോഴല്ലേ ഞാൻ അതിൽ ഇടപെട്ട്. ഗോവിന്ദേട്ടന് ഇവിടെ ഉള്ളവരാണോ വലുത്, അതോ വല്ലയിടത്തുനിന്ന് വന്ന അങ്ങേരോ? എന്തായാലും നെറുകേടിന്റെ കൂടെ ഞാൻ നിൽക്കത്തില്ല. കാണിച്ച ചെല്ലപ്പൻ ഒറ്റയ്ക്കില്ലെന്നും അതിന്റെ കൂടെ ചില തറവാടികൾ ഉണ്ടായിരുന്നെന്നും എനിക്കറിയാം. അങ്ങനെ പറയൂ. അപ്പോ അറിഞ്ഞോണ്ട് എന്നെ ഇടപെട്ടത്? നോക്കന്തിനി, ഈ മാലയാണ് സത്യം. അറിഞ്ഞോണ്ടല്ല ഇടപെട്ടത്. ഇനി നേരിട്ട് വന്നാലും നെറുകേട് കാണിച്ച ഗോവിന്ദൻകുട്ടി ഇടപെടും. വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കും. ഇത്തിരി സമയം ഉണ്ടാക്കി ഞാൻ ഓടി വന്നതേ വഴക്കുണ്ടാക്കാനല്ല, വേറൊരു കാര്യം പറയാനാ. തോർത്തു നുടുക്ക്. അമ്പലത്തിൽ ചെറുപ്പാണ്. വീട്ടുകാരുടെ കൂട്ടത്തില് വഴിപാടിന് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പുഅമ്മ. സമയത്ത് മാറിക്കളയരുത്. ഞാൻ വരണില്ല എന്ന് വെച്ചാലോ? വരാതിരിക്കല്ല വേണ്ടത്. ഒരു ഒച്ചയും ബഹളം ഉണ്ടാക്കാണ്ട് പേര് വിളിക്കുമ്പോ മര്യാദക്കാരനായി വന്ന് പ്രസാദം വാങ്ങിച്ച് നെറ്റി തൊടണം. അത് തന്നെ. അവനിരുന്ന് പാടുന്നു. ആരാണ്ട് വരുന്നുണ്ട്. ഞാൻ പോകുന്നു. ഒരു 20 രൂപ കുറവുണ്ടല്ലോ. അത് ഞാൻ വായി ഗുളിക വാങ്ങിച്ചിരുന്നു. 20 രൂപയ്ക്കോ? അല്ലാതെ പിന്നെ മേലുനമ്പരം മാറണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലുനമ്പരം മാറ്റി വണ്ടി അവസാനം ഭയങ്കര കൊണ്ടുപോകും. അപ്പൊ നമ്മൾ വേറെ ലോറി വാങ്ങിക്കും. 2 എണ്ണം. മുതലാളി, ഞാനിടെ ചാടി വീണില്ലായിരുന്നെങ്കിലേ എല്ലാരും കൂടി ഇടിച്ചാലുള്ള ഷേപ്പ് മാറ്റിയാണ്. അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവന്റെ കർണത്തടിച്ചപ്പോ അവൻ ചത്തുപോവാൻ സാധ്യത ഉണ്ടായിരുന്നു പറയായിരുന്നു ഞാൻ. மலையாளம் பேசுறதுக்கு மட்டும்தான் தடுமாறும். பச்சை கேட்டா ஒண்ணு விடாம மனசுலாகும். அரியோ ഇപ്പൊ അറിഞ്ഞു. இவ்வளவு நோக்கு, நான் நாடோடி மாதிரியான ஊர்ல எனக்கு கான்ட்ராக்ட் தீர்ந்தால் நான் வேற ஒரு இடத்துக்கு போகும். பச்சை நீங்களாம் இங்கேயே ஜீவிக்கிறவங்க. எனக்காக உங்க ஆட்கள் எல்லாம் ஏன் விரோதியாக்கிக்கிறீங்க? എനിക്ക് വിരോധികളെ ഉള്ളൂ. അടിച്ചും അടി കൊണ്ടും നല്ല ശീലമാണ്. പക്ഷെ മുതലാളി അങ്ങനല്ല. അന്യനാട്, പരിചയമില്ലാത്ത ആൾക്കാര്. ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ? நான் உனக்கு கவசம் மாட்டலான்னு நினைச்சேன். പക്ഷെ അതേ കവസത്തെ എനക്ക് മാറ്റി എന്നെ ജാഗ്രതയാ ഇരിക്കണമെന്ന് പറയുന്നു. സബാഷ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴന്മാര് നല്ല ആളുകളാന്ന്. ഓഹോ ഓഹോ. തഞ്ചത്തെ മണിയടിച്ചു നിന്നാ ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം. ബാങ്കുകാരുടെ മൊത്തം വലിച്ചെറിഞ്ഞു കൊടുക്കാം. എന്താ തിരുമേനി പറഞ്ഞേ? അല്ല, ഇത്തിരി കാശ് ഒന്നിച്ച് കിട്ടിയ ബാങ്കിലടയ്ക്കാന്ന് പറയായിരുന്നു. ആ പോയതാരാ? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത്? ആ പോയത് ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത് ആരോട് ചോദിച്ചിട്ടെന്നാ ഞാൻ ചോദിച്ചത്. ആരോടും ചോദിച്ചിട്ടല്ല. തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. എന്താ വരില്ലെന്നുണ്ടോ? വരണമെന്നില്ല. വേണ്ട. പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുകൂടെ ഉണ്ട് അവിടെ. അവളുടെ മനസ്സിൽ നീ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ.
സാർ പാല്. പപ്പൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലായി? 7 കൊല്ലമായി സാർ. എന്റെ നാടങ്ങ് കുറെ വടക്ക. அதுக்கு முன்னால இந்த பாலம் இல்ல, ஆத்துல வெறும் தோணி சர்வீஸ் தான் இருந்துச்சு. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകില് പുത്തമ്പരക്കലെ ആൾക്കാരാണ്. എന്തിനും മടിക്കാത്ത വർഗമാണ് അവർ. നിസ്സാരമാക്കി തള്ളണ്ട. ആ ഗോവിന്ദൻകുട്ടിയുടെ ബലത്തിലെ അവരെ ചെറുക്കാനൊന്നും പറ്റില്ല. அவன் ஆம்பளப்பா, எப்படி அடக்கிடுவான்? അതെ അതെ, ഒരുമ്പിട്ടിറങ്ങുന്നവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. തള്ളയുടെ വയറ്റി കിടക്കുമ്പോ നാട് വിട്ടുപോയതാ തണ്ട. കണ്ടാ കുത്തിക്കീറുമെന്നും പറഞ്ഞ അവന്റെ നടപ്പ്. ആ വൈരാഗ്യമാ നാട്ടുകാരുടെ കരണക്കുറ്റിക്ക് തീർക്കുന്നത്. അല്ലാതെ മുതലാളിയോടുള്ള കൂറൊന്നുമല്ല. ഏതിനും പോലീസിലൊന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഇൻസ്പെക്ടർ ലേശം ഭയമുണ്ട് ഈ തല്ലുകാർക്ക്. ഗോവിന്ദോട്ടി എന്ത് തീരുമാനിച്ചു? ഒന്നും തീരുമാനിച്ചില്ല. അത് വെറുതെ പോണം തന്നെ ഉള്ളില്. അത് തനിക്കെങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇനി പുതിയ ഉപ്പായം എടുത്തിട്ടെ? വേണമെന്ന് തോന്നിയാ പോവും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോണം. ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കണ്ടാവും. ഇപ്പോഴേ പോകണ്ട, പൂജ വൈകുന്നേരം ഉള്ളൂ. ഇയാള് വരുന്നുണ്ടോ? വാ. അപ്പുക്കുട്ടൻ നായർ പുണർദം, പരമേശ്വരൻ നായർ അനിഴം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം. പുത്തമ്പരക്കിലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ പേരില്ല. ഞാനാ അവന്റെ പേര് കൊടുത്തത്. അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സിൽ മതി, ഇവിടെ കൂട്ടിക്കുഴയ്ക്കണ്ട.
பாண்டி 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 വേണ്ട പോ. പാണ്ടി 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 അതാ ഒരു പാണ്ടി എന്റെ തന്ത എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ് നേരിട്ട് വന്ന് വിളിയടാ വിളിയടാ. വേണ്ട ഏട്ടാ, പോവാൻ പാ. ഞാനാ ഇവന്റെ അച്ഛൻ. എന്തിനാടോ കണ്ട പാണ്ടിയുടെ വിഴുപ്പ് ചുമക്കുന്നത്? ഓ പാണ്ടി யாரது? ஏய், என்ன உனக்கு வண்டி ஓட்ட தெரியாதா? അറിയാം അറിയും. ഇവൻ എഞ്ചിൻ ഓഫ് ചെയ്യാൻ അറിയും. வித்தை இல்லாத மனுஷன் செத்த பணத்துக்கு சமம். இந்த வயசுல தான்டா ஓடி ஆடி வேலை கத்துக்கணும். அவன் கூடயே குரங்கு குட்டி மாதிரி ஒட்டிக்கிட்டு இருக்க. ഇയാൾക്ക് ഈ വയറിങ്ങിലൊക്കെയാണ് ഇൻട്രസ്റ്റ്, ഈ ഇലക്ട്രിക്കൽ മെക്കാനിസം. വണ്ടിയുടെ കടം കുറച്ചുകൂടെ വീട്ടാണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഞാൻ പോളിടെക്നിക്ക് വിടാൻ പോവാ. வெரி குட் வெரி குட். ஆமா, தினம் வேலை முடிஞ்ச உடனே நீ எവിടെ போகணும்? എവിടെ പോവാൻ? വീട്ടിൽ പോ. படக்கை தக்கை சுத்த வேண்டியது, பம்பு சண்டைக்கு போக வேண்டியது. கேட்டா வீட்டுக்கு போறேன்னு சொல்றேன். ஏய், எனக்கா தெரியாது? അയ്യോ, ഞാനാ? ഞാൻ പാവം. ஏய், உங்க ஐயா தண்ணி குடிப்பாரா? கொன்னதாப்பா குடிப்பியா? ഞാൻ തണ്ണി குடிப்பியா? കുടിക്കും. அதான் கேட்டேன். അതാ ഞാൻ പറഞ്ഞ കുടിക്കുന്നു. எனக்கு ஞானக்கண்ணு இருக்கு. நான் இவட உட்கார்ந்துகிட்டே எவட என்ன நடக்குதுன்னு அறியும். காலையில தானே எல்லாரும் அட்டெண்டன்ஸ் கொடுப்பாங்க. நீ சாயந்தரமாவும் அட்டெண்டன்ஸ் கொடுக்கணும். வேலை முடிஞ்ச உடனே வா, நானும் உன் கூட வர்றேன். என்ன கூட்டிட்டு போ. அங்க வந்து தண்ணி எல்லாம் சாப்பிடு. தண்ணி நானா? ச்சே, ச்சே, ப்பு. அது இல்லப்பா, என்ன கொண்டு போய் டிவியில விட்டுரு. டிவியில? ഈ വണ്ടിയില? தாங்காத. ഭയങ്കര കുലുങ്ങും കുലുങ്ങും കിടന്ന്. நான் வந்தா குலுங்கும், பொம்பளை வந்தா குலுங்காதோ? ഞാൻ മറ്റേ മുതലാളി. டேய், இனிமே என்ன முதலாளின்னு கூப்பிடக்கூடாது. ശരി സാർ. சாருன்னு விളിக்க கூடாது. പിന്നെ എങ്ങനെ വിളിക്കണം? കറക്റ്റാ പറ്റിയല്ലേ? சரிடா சின்னவரே. டேய் டேய் சின்ன, சாயந்தரம் என்ன கூட்டிட்டு போக மறந்துடாதே. ശരി പെരിയാരെ.